വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടാരക്കര ഇഞ്ചക്കാട്ടെ അപകട വളവിൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടമുണ്ടാകുന്നത് പതിവാകുന്നു. അപകട സൂചനാ ബോർഡുകളോ അപായ സിഗ്നലുകളോ സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. കൊട്ടാരക്കര MC റോഡിലെ ഇഞ്ചക്കാട് വളവിൽ അടുത്തിടെയായി നിരവധി അപകടങ്ങൾ ഉണ്ടായി. അമിത വേഗതയിൽ എത്തുന്ന വാഹനങ്ങൾ പലതും നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുന്നത് പതിവാണ്. അപകട സൂചനാ സിഗ്നലുകൾ സ്ഥാപിക്കാത്തതാണ് പ്രധാന കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് ഒരു ക്രിട്ടിക്കൽ ആക്സിഡന്റ് നടക്കുന്ന ഒരു മേഖല തന്നെയാണ് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വേണ്ടിയതെന്ന് വെച്ചാൽ മെയിനായിട്ട് അപായ സൂചനകൾ നല്ല രീതിയിൽ അത് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് കൊടുത്തേ മതിയാകൂ. കാൽനട യാത്രക്കാർക്ക് പോലും ഈ വെളുപ്പിലെ നടക്കുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ വളരെ ജീവൻ പണയം വെച്ചാണ് ഇതുവഴി നടന്നു പോകുന്നത്. കാരണം അത്രത്തോളം. അതുപോലെ തന്നെ വൈദ്യുത പോസ്റ്റുകൾ, നിരന്തരം ഇവിടുത്തെ വൈദ്യുത പോസ്റ്റുകൾ ഇടിച്ചു മറിക്കുന്ന ഒരു സ്ഥിതിവിശേഷം മിക്കവാറും കാണുന്നത്. രാത്രികാലങ്ങളിൽ തെരുവിളക്കുകൾ പ്രകാശിക്കാത്തതും അപകടങ്ങൾ കൂടാൻ ഇടയാക്കുന്നു. റോഡരികിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രന്ഥശാലയിലേക്ക് വാഹനങ്ങൾ ഇടിച്ചു കയറിയതോടെ പ്രവർത്തനം നിലച്ചു. അതിനകത്ത് ഞങ്ങൾ അപേക്ഷയും കാര്യങ്ങളും എല്ലാം കൊടുത്തു. പക്ഷേ ഇപ്പോഴും ഒന്നും നടക്കുന്നില്ല. കാരണം നടക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കെട്ടിടത്തിൻ്റെ പോലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 2 മാസം മുമ്പ് പോലും അതിനകത്തൊരു വണ്ടി ഇടിച്ചു കയറിയിട്ട് അവർ പോലും വണ്ടി എടുത്തുകൊണ്ട് പോയതാണ്. ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ച ദിവസം തന്നെ ഒരു വാഹനം നിയന്ത്രണം വിട്ട് കുഴിയിൽ വീണിരുന്നു. അടുത്ത ദിവസം തന്നെ ഓമ്നി വാൻ വളവ് തിരിഞ്ഞപ്പോൾ തല കീഴായി റോഡിൽ മറിഞ്ഞു. അപകടങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. ന്യൂസ് 18 കൊട്ടാരക്കര. ചിന്നക്കനാലിലെ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ്. വെള്ളൂക്കുന്നേൽ കുടുംബം കയ്യേറി കൈവശം വെച്ചിരുന്ന 50 ഏക്കറിലധികം വരുന്ന സർക്കാർ ഭൂമി തിരിച്ചുപിടിച്ച് ബോർഡ് സ്ഥാപിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ H. ദിനേശൻ നേരിട്ടെത്തിയാണ് നടപടിയെടുത്തത്. ന്യൂസ് 18 ഇംപാക്ട്. ചിന്നക്കനാലിൽ ലോക്ഡൌണിന്റെ മറവിൽ കയ്യേറ്റങ്ങൾ വ്യാപകമായത് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഏക്കർ കണക്കിന് കൃഷി കയ്യേറി കൈവശപ്പെടുത്തിയതായി കണ്ടെത്തി. ഇതേ തുടർന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് നടപടി സ്വീകരിച്ചു. കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനൊപ്പം കൈവശക്കാർക്കെതിരെ കേസെടുക്കുവാനും കളക്ടർ നിർദ്ദേശം നൽകി. ചിന്നക്കനാൽ വില്ലേജിലെ 20 സർവേ നമ്പരിൽപ്പെട്ട 21.5 ഏക്കർ സ്ഥലം സർക്കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതാണ്. ഇത്തരം കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. പിന്നെ ഈ പോലീസ് കേസ്, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഇവർക്കെതിരെ. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുമ്പോട്ടു പോകുമെന്നും റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ആനയിറങ്കലിലെ കയ്യേറ്റം നാളെ ഒഴിപ്പിക്കുമെന്ന റവന്യൂ വകുപ്പ്. ആനയിറങ്കൽ ജലാശയത്തിലെ അനധികൃത കയ്യേറ്റം സംബന്ധിച്ച ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഇടുക്കി ജില്ലാ കലക്ടർ അടിയന്തരമായി ഇടപെടുകയായിരുന്നു. ന്യൂസ് 18 ഇംപാക്ട്. ചിന്നക്കനാൽ വില്ലേജിലെ ആനയിറങ്കൽ ജലാശയത്തിന്റെ തീരപ്രദേശം കയ്യേറി ഏലകൃഷിയും കെട്ടിട നിർമ്മാണവും നടത്തുന്നത് ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. 1 ഏക്കർ വരുന്ന ഭൂമി വേലികെട്ടി തിരിച്ച കെട്ടിടവും ജലസേചന സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇടുക്കി ജില്ലാ കളക്ടർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. KSEBയുടെ ഭൂമിയാണെന്നും കണ്ടെത്തി. KSEBയുടെ ക്യാച്ച്മെന്റ് ഏരിയയിൽ ഒരു ഷെഡ്, ശക്തി എന്ന് പറയുന്ന ഒരു ഷെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നിങ്ങളുടെ ന്യൂസിൽ ഇന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഐറ്റം. അത് തിങ്കളാഴ്ച തന്നെ നടപടിയെടുത്ത് പൊളിച്ചു നീക്കും. ഡാം സേഫ്റ്റി കെയറുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്തു. ആനയിറങ്കൽ ഡാമിനകത്തുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനൊപ്പം വൃഷ്ടിപ്രദേശത്ത് മറ്റ് കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. കയ്യേറ്റം കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നു. ആനയിറങ്കലിലെ കയ്യേറ്റം അടുത്ത ദിവസം പൊളിച്ചു നീക്കുമെന്നാണ് റവന്യൂ അധികൃതരുടെ ഉറപ്പ്. ഇതുമാത്രമല്ല, ഹൈറേഞ്ചിലെ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ വകുപ്പ് ഉറപ്പു നൽകുന്നു. ആനയിറങ്കലിൽ നിന്നും സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18. നേര്യമംഗലത്ത് പെരുമ്പാമ്പിന്റെ ഇറച്ചി എന്ന പേരിൽ ചേരയുടെ ഇറച്ചി വിൽക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. വടക്കേപ്പറമ്പിൽ ബിജു ആണ് പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് പിടിയിലായ ബിജു. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു. പെട്ടിമുടിയിൽ കാണാതായവരിൽ ആരെയും കഴിഞ്ഞ 2 ദിവസങ്ങളിലും നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉൾവനത്തിൽ നടത്തുന്ന തെരച്ചിലിനിടെ പുലിയെ കണ്ടതോടെ തെരച്ചിൽ മന്ദഗതിയിലായി. ഇനിയുള്ള തെരച്ചിലിനെ സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ പ്രത്യേക യോഗം ചേർന്ന് തീരുമാനമെടുക്കും. പെട്ടിമുടിയിൽ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ആരെയും കണ്ടെത്താനായില്ല. ദുരന്തം നടന്ന പ്രദേശത്തു നിന്ന് കിലോമീറ്ററുകളോളം ദൂരെയുള്ള പൂതക്കുഴി പ്രദേശത്തും ഗ്രാവൽ ബാങ്ക് മേഖലയിലുമാണ് തെരച്ചിൽ നടത്തിയത്. ഇന്നലെ പൂതക്കുഴി മേഖലയിൽ കടുവയെ കണ്ടത് ആശങ്കയ്ക്കിടയാക്കി. കഴിഞ്ഞ ദിവസവും മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഉൾവനത്തിലെ തെരച്ചിൽ ഏറെ ദുഷ്കരവുമാണ്.
நான் ஒற்ற போக்கு அவங்களுக்குள்ள வண்டியை திருப்பிட்டு இதை நம்ம தப்பிச்ச மனுஷன் நான் மட்டும் இவ்வளவு വണ്ടി കടുവയെ കണ്ട സാഹചര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷമാകും ഇനിയുള്ള തെരച്ചിൽ. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇന്ന് മൂന്നാറിൽ പ്രത്യേക യോഗം ചേരും. ദുരന്തഭൂമിയിലെ മണ്ണു നീക്കം ചെയ്തുള്ള പരിശോധനയും ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18, പെട്ടിമുടി. ഇടുക്കിയിൽ അപകടാവസ്ഥയിലായ ലയങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ പദ്ധതിയൊരുങ്ങുന്നു. പീരുമേട്, ദേവികുളം താലൂക്കുകളിലെ 100 കണക്കിന് തോട്ടം തൊഴിലാളികൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക. പെട്ടിമുടി ദുരന്തത്തെ തുടർന്നാണ് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളുടെ ദുരിത ജീവിതം വീണ്ടും ചർച്ചയായത്. 100 കണക്കിന് തൊഴിലാളികളാണ് തകർന്നു വീഴാറായ ലയങ്ങളിൽ കഴിയുന്നത്. തോട്ടം തൊഴിലാളികൾക്കായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാർ ഭവന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പായില്ല. പെട്ടിമുടിയിലെ പോലെ തന്നെ ദുരിതപൂർണ്ണമാണ് മിക്ക ലയങ്ങളിലെയും തൊഴിലാളികളുടെ ജീവിതം. പീരുമേട്ടിൽ അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്കാണ് കൊടിയ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടന്നിട്ട് വർഷങ്ങളായി. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും പുനരധിവാസം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. മൂന്നാർ അതുപോലെ പീരുമേട് ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള ആൾക്കാരുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. അതിനൊരു ബൃഹത്തായ പദ്ധതി തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. സർക്കാരിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയും അത് ഏറ്റവും പെട്ടെന്ന് നേടിയെടുക്കുകയും ഇവരൊക്കെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോഴത്തെ അവസ്ഥയിൽ തോട്ടങ്ങളിലെ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന തൊഴിലാളികൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ്. പദ്ധതി വരുന്നതോടെ ഈ ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 തൊടുപുഴ. മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലെ BSNL ടവർ തകർന്നിട്ട് 2 മാസം പിന്നിടുന്നു. ഇതോടെ കുട്ടികൾ ഓൺലൈൻ പഠനത്തിനായി റേഞ്ച് തേടി നടക്കേണ്ടത് 4 കിലോമീറ്ററാണ്. മൂന്നാറിലെ നല്ലതണ്ണി എസ്റ്റേറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള BSNL ടവറാണ് 2 ആഴ്ച മുൻപ് ശക്തമായ കാറ്റിൽ തകർന്നു വീണത്. ഇതോടെ നല്ലതണ്ണി, കല്ലാർ എസ്റ്റേറ്റുകളിലെ തൊഴിലാളികൾ ദുരിതത്തിലായി. ഫോൺ ബന്ധം തകർന്നതോടെ 4 കിലോമീറ്റർ അകലെ നടന്ന് എത്തിപ്പഠിക്കേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ. ആശയവിനിമയത്തിനുള്ള അവസരവും നഷ്ടമായതോടെ എസ്റ്റേറ്റ് നിവാസികൾക്ക് അത്യാവശ്യ വിവരങ്ങൾ കൈമാറാനാകാതെ ബുദ്ധിമുട്ടുകയാണ്. ഇത് റേഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. எங்களுக்கு டவர் இல்லாமல் இந்த பையங்கள்லாம் பாருங்கள், சின்ன சின்ன பையங்களை கூப்பிட்டு அங்கேருந்து நடந்தே வந்திருக்கோம். வண்டிக்கு 50 ரூபா கேட்காங்க ஒரு ஆளுக்கு. நாங்கள் எங்கே போக? எங்களுக்கு உழைப்பு கிடையாது, வேறு ஒன்றும் கிடையாது. எங்களுக்கு டவர் எவ்வளோ சீக்கிரம் சரி பண்ணி கொடுக்க முடியுமோ சரி பண்ணி கொடுக்கணும். எங்களுக்கு ஆன்லைன் கிளாஸ் திறந்துருக்காங்க. அது எக்ஸாம் 3 வாரம் எக்ஸாம் இருக்கு, அது படிக்க முடியல. அந்த டவரை சீக்கிரமாக சரி பண்ணி கொடுங்க. ടവർ തകർന്ന് 2 ആഴ്ച പിന്നിട്ടിട്ടും ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ആക്ഷേപം ഉണ്ട്. ന്യൂസ് 18 മൂന്നാർ. കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ കരട് വിജ്ഞാപനത്തോട് കേരള സർക്കാർ സ്വീകരിച്ച നിലപാട് തിരുത്തണമെന്നാവശ്യം. കവയത്രി സുഗതകുമാരി അടക്കമുള്ളവരാണ് മുഖ്യമന്ത്രിക്കും ജനപ്രതിനിധികൾക്കും നിവേദനം സമർപ്പിച്ചത്. പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ കരട് വിജ്ഞാപനത്തോടുള്ള കേരള സർക്കാരിന്റെ പ്രതികരണം വളരെ ദുർബലമായെന്നാണ് നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെ ലക്ഷ്യങ്ങളെയും അന്തസ്സത്തെയും ആകെ തകർക്കുന്ന വ്യവസ്ഥകളാണ് കരട് വിജ്ഞാപനത്തിൽ ഉള്ളതെന്ന് നിവേദനത്തിൽ പറയുന്നു. നിലവിലുള്ള പരിസ്ഥിതി നിയമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും EIA-യിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയും ഒരു വിദഗ്ധ സമിതിയെ ഉണ്ടാക്കണമെന്നും ആ വിദഗ്ധ സമിതി ഉണ്ടാക്കുന്ന നിർദ്ദേശങ്ങൾ ഇന്ത്യൻ പാർലമെന്റും നിയമസഭകളും ഗ്രാമപഞ്ചായത്തുകളും പൊതുസമൂഹവും ചർച്ച ചെയ്യണമെന്നും കേരള ഗവൺമെന്റ് ആവശ്യപ്പെടണം. സംസ്ഥാന സർക്കാർ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ വിഷയത്തെ സമീപിക്കണമെന്നാണ് ആവശ്യം. 25-ലധികം പരിസ്ഥിതി സംഘടനകളുടെ പ്രതിനിധികളാണ് നിവേദനത്തിൽ ഒപ്പിട്ടത്. മുഖ്യമന്ത്രിക്കും MP-മാർക്കും MLA-മാർക്കുമാണ് നിവേദനം സമർപ്പിക്കുന്നത്. ന്യൂസ് 18 വയനാട്. ജനകീയ വിദ്യാലയത്തിന് ഉത്തമ മാതൃക തീർത്ത കാസർഗോഡ് കയ്യൂർ ചെറിയാക്കര ഗവൺമെന്റ് LP സ്കൂളിന് ജില്ലയിലെ മികച്ച PTA-ക്കുള്ള അവാർഡ്. പ്രൈമറി വിഭാഗത്തിലാണ് കയ്യൂർ ചെറിയാക്കര ഗവൺമെന്റ് LP സ്കൂൾ ഒന്നാമതെത്തിയത്. പരിമിതമായ ഭൗതിക സാഹചര്യങ്ങളിൽ വീർപ്പുമുട്ടിയ സ്കൂളിനെ ജനകീയ കൂട്ടായ്മയിലൂടെ ശിശുസൗഹൃദ സ്കൂളാക്കിയ വിജയഗാഥയാണ് ചെറിയാക്കരയുടേത്. സ്കൂളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ PTA-ക്കൊപ്പം നാടും ഒപ്പം ചേർന്നു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ സാമ്പത്തിക സമാഹരണത്തിന് തുടക്കം കുറിച്ചു. 15 ലക്ഷത്തോളം രൂപ സമാഹരിച്ചു. ജനപ്രതിനിധികളുടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സഹായം നേടിയെടുത്തു. രക്ഷിതാക്കളെല്ലാം ഈ സ്കൂളിന് ഒരു വീട് പോലെ തന്നെയാണ് കാണുന്നത്. പിന്നെ രാവിലെ 8-9 നമ്മൾക്ക് രക്ഷിതാക്കൾ എന്തായാലും ഒരു 3-4-5 ആളെങ്കിലും ഈ സ്കൂളിലെത്തും. അതുപോലെ പിന്നെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാനും മറ്റ് എല്ലാ കാര്യത്തിനും ഇവിടെ സഹായിക്കാൻ ഉണ്ടാവും. പ്രവേശന കവാടം, ഹരിതപന്തൽ, ജൈവ ഓഡിറ്റോറിയം, ചുമർ ചിത്രങ്ങൾ, ചുറ്റുമതിൽ എന്നിവയെല്ലാം സ്കൂളിന് പുതിയ മുഖം നൽകി.
മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, ബോധവൽക്കരണ ഹ്രസ്വചിത്രങ്ങൾ, പച്ചക്കറി കൃഷി, കുട്ടികൾക്കുള്ള കലാകായിക പരിശീലനം എന്നിവയെല്ലാം പ്രവർത്തന മികവിന്റെ അടയാളങ്ങളായി. വിദ്യാലയത്തിലെ സാമൂഹ്യ പങ്കാളിത്തം എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച എം. മഹേഷ് കുമാർ ദേശീയ അധ്യാപക അവാർഡ് സ്വന്തമാക്കിയത് മറ്റൊരു നേട്ടമായി. അക്കാദമിക നിലവാരം വർദ്ധിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ ദർപ്പൺ മൊബൈൽ ആപ്പ്, ഇംഗ്ലീഷ് പഠനത്തിനായുള്ള അലക്സ, ഡിജിറ്റൽ മാഗസിൻ എന്നിവയെല്ലാം ശ്രദ്ധ നേടി. കോവിഡ് കാലത്ത് ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചും പ്രാദേശിക പഠന കേന്ദ്രങ്ങളിലേക്ക് ടെലിവിഷൻ എത്തിച്ചും സാമൂഹ്യ പ്രതിബദ്ധത അടയാളപ്പെടുത്തി. വിദ്യാലയം സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന സന്തോഷത്തിലാണ് നാട്ടുകാർ. 60,000 രൂപ വിദ്യാലയത്തിന് സമ്മാനമായി ലഭിക്കും. ന്യൂസ് 18 കാസർഗോഡ്. ഇനി പൊന്നോണക്കാലം. വെള്ളാരപ്പൂമലയെക്കുറിച്ച് മലയാളിയെ സ്വപ്നം കാണിച്ചയാളാണ് കൈതപ്രം. കേൾക്കാം ആ പാട്ടുകളെക്കുറിച്ചും കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ചും. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. മഹാമാരി പെയ്തിറങ്ങിയ കാലത്തും പാട്ടിന്റെ ചിട്ടവട്ടങ്ങളിലാണ് കൈതപ്രം ദാമോദരൻ. ഓർമ്മകളിൽ ഇപ്പോൾ ഗ്രാമം തന്നെയുള്ളൂ. ഓണത്തിന് നമുക്ക് നഗരമൊന്നും കാണിക്കാൻ പറ്റില്ല. നഗരത്തിലാകെ മുറ്റത്ത് പൂക്കളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, മറ്റേതൊന്നും അർത്ഥമില്ല. നാട്ടുവഴിയും ചെറിയ ഇതൊക്കെ തന്നെയാണ്. ഇത്തവണ പ്രീമിയം ഉൽപ്പന്നങ്ങളുമായി കശുവണ്ടി വികസന കോർപ്പറേഷൻ പ്രീമിയം ഗിഫ്റ്റ് ബോക്സ്, പ്ലാറ്റിനം ഗിഫ്റ്റ് ബോക്സ്, ടിൻ പരിപ്പ് എന്നിങ്ങനെ വ്യത്യസ്തമായ നിരവധി ഉൽപ്പന്നങ്ങൾ വിപണിയിലുണ്ട്. നിലവിൽ 11 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് കോർപ്പറേഷന്റേതായി വിപണിയിലുള്ളത്. പ്രീമിയം, പ്ലാറ്റിനം ഗിഫ്റ്റ് ബോക്സുകളിലും ആകർഷകമായ ടിൻ കണ്ടെയ്നറുകളിലും കശുവണ്ടി പരിപ്പും കോർപ്പറേഷന്റെ മറ്റുൽപ്പന്നങ്ങളും വിപണിയിലെത്തും. കഴിഞ്ഞ 2 വർഷങ്ങളിലും അന്തർദേശീയ തലത്തിലെ കോൺക്ലേവുകളിൽ മികച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുള്ള പുരസ്കാരം കോർപ്പറേഷൻ ലഭിച്ചിരുന്നു. റോസ്റ്റഡ് ആൻഡ് സാൾട്ടഡ് കാഷ്യൂ, കാഷ്യൂ വിറ്റ, കാഷ്യൂ പൗഡർ, കാഷ്യൂ ബിറ്റ്സ്, കാഷ്യൂ സൂപ്പ്, ചോക്കോ കാജു തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് കോർപ്പറേഷൻ ഓണക്കാലത്ത് പുറത്തിറക്കുന്നത്. എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളിലും കിട്ടും. ആമസോൺ ഓൺലൈൻ വ്യാപാര ശൃംഖല വഴിയും നമ്മൾ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. കേരളത്തിലെ അംഗീകൃത ഏജൻസികളിലൂടെയും ആമസോൺ ഓൺലൈൻ വഴിയും ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും. ഓണക്കാലത്ത് 5 കോടി രൂപയുടെ പരിപ്പ് വാങ്ങുന്നവർക്ക് 25% തുക ഡിസ്കൗണ്ട് ലഭിക്കും. സെപ്റ്റംബർ 20 വരെയാണ് സബ്സിഡി ഉള്ളത്. ന്യൂസ് 18 കൊല്ലം. ഓണക്കാലത്തോടനുബന്ധിച്ച് കർഷകരിൽ നിന്നും ഹോർട്ടികോർപ്പ് 6 ടൺ പച്ചക്കറി സംഭരിക്കും. സംഭരണശേഷിയുടെ 10% അധിക പണം നൽകിയാവും പച്ചക്കറികൾ ശേഖരിക്കുക. വട്ടവടയിലടക്കം ഏക്കർ കണക്കിന് ഭൂമിയിൽ കർഷകർ പച്ചക്കറി കൃഷി ഇറക്കിയെങ്കിലും കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങി. പല മേഖലകളും കണ്ടെയ്ൻമെന്റ് സോണാവുകയും വാഹന സൗകര്യം നിലച്ചതും കൃഷി നശിക്കുവാൻ മറ്റൊരു കാരണമായി. ഓണക്കാലം ലക്ഷ്യമിട്ട് വിളവിറക്കിയ ഉരുളക്കിഴങ്ങ്, കാബേജ്, ക്യാരറ്റ്, വെളുത്തുള്ളി, ബീൻസ് അടക്കമുള്ള പച്ചക്കറികളാണ് വിപണനത്തിന് തയ്യാറായത്. വട്ടവടയിൽ ആരംഭിച്ച ഹോർട്ടികോർപ്പിന്റെ ജില്ലാ ഉപസംഭരണ കേന്ദ്രം വഴിയാണ് പച്ചക്കറികൾ ശേഖരിക്കുന്നത്. വട്ടവട, കാന്തല്ലൂർ, ചിന്നക്കനാൽ, ദേവികുളം, ബൈസൺവാലി എന്നിവിടങ്ങളിലെ കൃഷി ഓഫീസർമാർ കർഷകരെ നേരിൽ സന്ദർശിച്ച് പച്ചക്കറികൾ സംഭരിക്കും. ഈ വർഷം ഓണത്തിനും ഹോർട്ടികോർപ്പ് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം സംഭരിച്ചതിനേക്കാൾ കൂടുതലായി വിഭവങ്ങൾ, പച്ചക്കറികൾ സംഭരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മൾ ബഹുമാനപ്പെട്ട അഡീഷണൽ ഡയറക്ടർ മധു ജോർജ് സാർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കാര്യങ്ങൾ വിലയിരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. 5 കൃഷി ഓഫീസർമാരെ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായിട്ട് വട്ടവട, കാന്തല്ലൂർ പച്ചക്കറികളുടെ സംഭരണത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരാതികൾ ഏതുമില്ലാത്ത ഒരു ഓണക്കാല സംഭരണ വിതരണമാണ് ഹോർട്ടികോർപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദിവസവും രാവിലെ 7 മണിക്ക് വില പ്രസിദ്ധീകരിക്കുമെന്ന് ഹോർട്ടികോർപ്പ് മാനേജർ ജിജോ രാധാകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം 580 ടൺ പച്ചക്കറിയാണ് ഹോർട്ടികോർപ്പ് ശേഖരിച്ചത്. ഇത്തവണ 600 ടൺ ശേഖരിക്കുകയാണ് ലക്ഷ്യം. കണ്ണൻ ദേവൻ കമ്പനിയുടെ എസ്റ്റേറ്റുകളിൽ ഏക്കർ കണക്കിന് ഭൂമിയിലാണ് തൊഴിലാളികൾ പച്ചക്കറി കൃഷി നടത്തുന്നത്. അടുക്കളത്തോട്ടങ്ങളും സജീവമാണ്. ന്യൂസ് 18 മൂന്നാർ. പ്രതിസന്ധികളെ അതിജീവിക്കാൻ വയനാട് നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും 25 ഏക്കറിൽ ജൈവ കൃഷി ഒരുക്കുകയാണിവർ. വിദ്യാർത്ഥികളും ജീവനക്കാരും മാത്രമല്ല, കോളേജിന് സമീപത്തെ 35 കുടുംബങ്ങളെ കൂടി പങ്കാളിയാക്കിയാണ് കോവിഡാനന്തര സുസ്ഥിര ഗ്രാമം എന്ന ലക്ഷ്യത്തിലെത്താൻ ശ്രമം. ഇതിനായി 15 വർഷമായി തരിശിട്ടിരുന്ന 7 ഏക്കർ വയലിൽ നെൽകൃഷിക്ക് തുടക്കമിട്ടു.
10 ഏക്കറിൽ ജൈവ പച്ചക്കറി കൃഷിയും തുടങ്ങി. സ്ഥാപന മേധാവികൾ, പ്രിൻസിപ്പൽ മുതൽ സെക്യൂരിറ്റി വരെയുള്ള മുഴുവൻ ജോലിക്കാരും മുന്നിട്ടിറങ്ങി നടത്തിയ തുടങ്ങിയ ഒരു പരിശ്രമമാണ് ഈ ഒരു ഗ്രീൻ പോസിറ്റീവ് എന്ന ഒരു മിഷൻ. സ്ഥാപനത്തിനോട് ചേർന്ന് നിൽക്കുന്ന 25 ഏക്കറോളം ഭൂമിയിൽ കൃഷി യോഗ്യമാക്കുക. 15 വർഷക്കാലമായി കൃഷി മുടങ്ങിക്കിടക്കുന്ന ഒരു വയലാണിത്. കോളേജിനെ രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമ്പസാക്കി മാറ്റുന്ന ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ ക്യാമ്പസ്, തൊഴിൽ വൈദഗ്ധ്യം ഉറപ്പുവരുത്തുന്ന സ്കിൽ ഇന്ത്യ സ്കിൽ ക്യാമ്പസ്, ഓരോ സെമസ്റ്ററിലും 10 മണിക്കൂർ കാർഷിക വൃത്തിക്ക് മാറ്റിവെച്ച് പുതുതലമുറയ്ക്ക് കാർഷിക സംസ്കൃതിയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സന്ദേശം നൽകുന്ന ഫിറ്റ് ഇന്ത്യ ഫിറ്റ് ക്യാമ്പസ് എന്നീ 3 മിഷനുകൾക്കും ഈ അധ്യയന വർഷം മുതൽ കോളേജിൽ തുടക്കമായി. ന്യൂസ് 18 വയനാട്. ഓണത്തിന് ഇതര സംസ്ഥാനത്ത് നിന്നും പൂക്കൾ വന്നില്ലെങ്കിലും പട്ടാമ്പി തിരുമിറ്റക്കോട്ടുകാർക്ക് ആശങ്കയില്ല. പ്രദേശവാസിയായ ജയനാരായണന്റെ നേതൃത്വത്തിൽ ഇവിടെ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നുണ്ട്. വിളവെടുപ്പും ആരംഭിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ടാണ് പൂക്കൃഷി. മലയാളികൾക്ക് ഓണാഘോഷത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്തതാണ് പൂക്കളമിടൽ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പൂക്കളുടെ വരവ് കുറഞ്ഞുവെങ്കിലും പട്ടാമ്പി തിരുമിറ്റക്കോടുകാർക്ക് പൂക്കൾക്ക് ക്ഷാമമുണ്ടാകില്ല. പ്രധാനമായും ചെണ്ടുമല്ലിയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നത്. അതുകൊണ്ടുതന്നെ ചെണ്ടുമല്ലി കൃഷി നടത്തി ഓണവിപണി നേരിടാനുള്ള ശ്രമത്തിലാണ് തിരുമിറ്റക്കോട് അഖിലാണം സ്വദേശി ജയനാരായണൻ. പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൃഷി തുടങ്ങിയത്. പൂക്കൃഷിയിൽ ആദ്യഘട്ട വിളവെടുപ്പ് നടത്തി. തിരുമിറ്റക്കോട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ അവരുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇവിടെ ചെണ്ടുമല്ലി കൃഷിയും മറ്റ് പച്ചക്കറി കൃഷിയൊക്കെ നടത്തി വരികയാണ്. ഒരുപാട് ആളുകൾ കാർഷിക മേഖലയിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. പരീക്ഷണമായതിനാൽ 5 സെന്റ് സ്ഥലത്താണ് ഇപ്പോൾ കൃഷി. കൂടുതൽ പ്രദേശത്ത് കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചുവെങ്കിലും ലോക്ഡൌണിൽ വിത്ത് ലഭിക്കാതെയായി. അത്യുൽപാദന ശേഷിയുള്ള ചുവപ്പും മഞ്ഞയും ചെണ്ടുമല്ലിയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതലും പ്രദേശത്തുകാർ തന്നെ പൂവിന് ആവശ്യവുമായി എത്തുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ചിറകൊടിഞ്ഞു വീണ പാതിരാക്കൊക്കിന് കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നാട്ടുകാർ രക്ഷകരായി. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് പരിക്കേറ്റ അവശനിലയിൽ പാതിരാക്കൊക്കിനെ കണ്ടെത്തിയത്. തൃക്കരിപ്പൂരിൽ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തായാണ് തെരുവുനായകളുടെയും കാക്കകളുടെയും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അവശനിലയിലായ പാതിരാക്കൊക്കിനെ കണ്ടെത്തിയത്. പ്രദേശത്തെ ഹോട്ടലുടമ സി ചന്ദ്രനാണ് സുഹൃത്തുക്കളായ കണ്ണൻ, ബിജീഷ് എന്നിവരുടെ സഹായത്തോടെ കൊക്കിനെ കൊയ്യോങ്കര മൃഗാശുപത്രിയിൽ എത്തിച്ചത്. അസ്ഥികൾ ഒടിഞ്ഞു തൂങ്ങിയ പക്ഷിയുടെ ഒരു ചിറക് മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല. മാരകമായി പരിക്കേറ്റ പക്ഷിക്ക് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പി പ്രശാന്താണ് ചികിത്സ നൽകിയത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ബീറ്റ് ഓഫീസർ കെ വിശാഖ് എത്തി പക്ഷിയെ കൊണ്ടുപോയി. പകൽ വിശ്രമിക്കുകയും രാത്രി ഇര തേടുകയും ചെയ്യുന്ന ഇവയെ കാണുന്നത് വളരെ അപൂർവമാണ്. ന്യൂസ് 18 ചെറുവത്തൂർ. കനത്ത മഴയും വെള്ളക്കെട്ടുമുണ്ടായാൽ തൃശൂർ പെരിങ്ങാവുകാർക്ക് രക്ഷാപ്രവർത്തനത്തിനായി സ്വന്തം ബോട്ടുണ്ട്. പഴയ ഫൈബർ വീപ്പകൾ, പഴയ ടയറുകൾ, ഇരുമ്പ് പൈപ്പുകൾ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ബോട്ട് നിർമ്മിച്ചത്. മഴക്കാലത്ത് സമീപത്തെ തോട്ടിൽ നിന്നും വീടുകളിലേക്ക് വെള്ളം കയറിയിരുന്നു. ഈ സമയം രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. ഈ ദുരിതം അനുഭവിച്ചതോടെയാണ് പെരിങ്ങാവ് ഗ്രീൻ പാർക്ക് അവന്യൂ കോളനി നിവാസികൾ സ്വന്തം ബോട്ടെന്ന ആശയത്തിലെത്തിയത്. ഇവിടുത്തെ താമസക്കാരനും മറൈൻ എഞ്ചിനീയറുമായിരുന്ന സുധീറിന്റെ നേതൃത്വത്തിലാണ് ബോട്ട് നിർമ്മാണം. മോട്ടോറിൽ പ്രവർത്തിക്കുന്ന ബോട്ട് ആവശ്യമെങ്കിൽ തുഴഞ്ഞുകൊണ്ടുപോകാനും സംവിധാനമുണ്ട്. 6 പേർക്ക് സഞ്ചരിക്കാം. 2 ബൈക്കുകൾ ഒരേ സമയം കയറ്റാനുമാകും. 600 കിലോ ഭാരമുള്ള ബോട്ട്, പഴയ ഫൈബർ വീപ്പുകൾ, പഴയ ടയറുകൾ, സ്ക്വയർ ഇരുമ്പ് പൈപ്പുകൾ എന്നിവ ചേർത്താണ് നിർമ്മിച്ചത്. അവസാനഘട്ട പണികളിലാണ് ബോട്ട് ഇപ്പോൾ. 30,000 രൂപയാണ് നിർമ്മാണ ചെലവ്. ന്യൂസ് 18 തൃശൂർ. മലപ്പുറം തിരൂർ പാറശ്ശേരി കറുത്താത്ത് വീട്ടിൽ അഭിഷേക് എന്ന കിച്ചുവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. 2 കോലുകൊണ്ട് ഏതൊരു പാട്ടിനും താളമിട്ട് ഈ കൊച്ചുമിടുക്കൻ ശ്രദ്ധ നേടുകയാണ്. അഭിഷേകിന്റെ പ്രകടനത്തെ നിരവധി പേരാണ് അഭിനന്ദിച്ചത്. രണ്ട് കോലുകൾ കൊണ്ട് ഏതു പാട്ടിനും താളമിടുന്ന ഈ 6 വയസ്സുകാരൻ ശ്രദ്ധ നേടുകയാണ്. ഗാനമേതായാലും മികവോടെ അഭിഷേക് കൊട്ടിത്തീർക്കും.
അയൽവാസിയായ സുഭാഷ് ഡ്രമ്മിൽ താളമിടുന്നത് കണ്ടാണ് പാട്ടുകൾക്ക് താളമിട്ട് തുടങ്ങിയത്. അഭിഷേകിന്റെ പ്രകടനം കണ്ട് നടൻ ഉണ്ണി മുകുന്ദൻ ഡ്രംസ് സമ്മാനമായി നൽകിയിരുന്നു. 15 ലക്ഷത്തിലധികം പേരാണ് ഇതുവരെ കിച്ചുവിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ കണ്ടു തീർത്തത്. പിന്നമ്മനാണ് ആദ്യം കുട്ടി പഠിച്ചത്. പിന്നെ 3 വയസ്സാകുമ്പോഴാണ് അവന് അവൻ്റെതായിട്ടുള്ള മനസ്സിൽ അവന് അതെടുത്തത്. അങ്ങനെ പിന്നെ അഭിഷേക് നല്ല കുട്ടനെ കണ്ടിട്ട് പ്രോത്സാഹനം ഞങ്ങൾ കൊടുത്തിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ പാട്ടിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടനുണ്ട അപ്പം കിട്ടും. നിർമ്മാണ തൊഴിലാളികളായ സുമേഷ് ശ്രീവിദ്യ ദമ്പതികളുടെ മകനായ അഭിഷേക് BP അങ്ങാടി GLP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കണ്ണൂരിലെ മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. NSS യൂണിറ്റും KPSTA-യുമാണ് കുട്ടികൾക്കുള്ള വീടുകൾ നിർമ്മിച്ചത്. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിക്ക് വീടൊരുക്കിയത് NSS യൂണിറ്റാണ്. 200ഓളം വിദ്യാർത്ഥികളുടെ കൂട്ടായ ശ്രമഫലമായാണ് ഈ വീട് പൂർത്തിയായത്. ഞങ്ങൾ NSS യൂണിറ്റ് ഇത് ഏറ്റെടുത്തിട്ട് ഏകദേശം ഒരു 1.5 വർഷമായി. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഇതിന് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഏറെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും സ്പോൺസർഷിപ്പിലും NSS വളണ്ടിയർമാർ സമാഹരിച്ച ചെറിയ തുകയൊക്കെ കൂട്ടിച്ചേർത്താണ് ഈ ഒരു വീട് ഇവിടെ പൂർത്തിയാക്കുന്നത്. 2 വർഷം മുമ്പ് കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ സഹായത്തിനെത്തിയത് അധ്യാപക സംഘടനയായ KPSTA. 10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് സ്വദേശ് ഭവൻ എന്ന നാമകരണം ചെയ്ത ഈ വീട് പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രളയാനന്തരം ദുരിതമനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തിലാണ് നടപടി. ന്യൂസ് 18 കണ്ണൂർ. വീടിന്റെ മതിലിൽ ട്രെയിൻ ബോഗികൾ തീർത്തിരിക്കുകയാണ് കൊല്ലം പിറവന്തൂരിലെ അഭിലാഷ്. ട്രെയിൻ യാത്രയോടുള്ള താൽപര്യമാണ് ഈ കലാസൃഷ്ടിക്ക് പിന്നിൽ. പഠനകാലം മുതൽ ട്രെയിൻ യാത്രയോട് അഭിലാഷിന് കമ്പമാണ്. പുനലൂർ ചെങ്കോട്ടപ്പാതയിലെ മീറ്റർ ഗേജ് ട്രെയിൻ സർവീസ് നിർത്തിയപ്പോൾ അതിന്റെ ഓർമ്മ പുതുക്കുന്ന നിലയിൽ തന്നെ ട്രെയിൻ നിർമ്മിക്കണമെന്നായിരുന്നു അഭിലാഷിന്റെ ആഗ്രഹം. ഇതിന്റെ ഭാഗമാണ് വീടിന്റെ മതിലിൽ കാണുന്ന ഈ കലാസൃഷ്ടി. ട്രെയിൻ എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അങ്ങനെ വാങ്ങുന്നുണ്ടാവും വലിയ സമ്പന്നർ. പക്ഷെ നമ്മൾ ട്രെയിൻ എന്ന് പറഞ്ഞൊരു സ്വപ്നം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുനലൂരിൽ നിന്ന് ചന്ദനത്തോപ്പിലേക്ക് ITക്ക് പഠിക്കുന്ന സമയത്ത് ട്രെയിനിലായിരുന്നു പോകുന്നതും വരുന്നതൊക്കെ. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലങ്ങ് ഒരു ഭയങ്കര ത്രില്ലാണിത്. ഈ സാധനത്തെ എന്തായാലും വീട്ടിൽ കൊണ്ടുപോക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഒരു തോന്നൽ നമുക്കൊരു മതിൽ പണിയുന്ന സമയത്ത് ഇങ്ങനൊരു സംഗതി ചെയ്യണമെന്ന് പണ്ടേ ഉണ്ട്. പക്ഷേ ഒരു ആത്മവിശ്വാസക്കുറവ്. അങ്ങനെ ആദ്യം ഇവിടെ ഒരു മതിലുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നാളൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒരു വിശ്വാസം സംഗതി ശരിയാവുന്നു. അതുകൊണ്ട് അതങ്ങോട്ട് പൊളിച്ചിട്ട് എന്നാൽ ഇനി ഇതിൻ്റെ പണി അങ്ങോട്ട് തുടങ്ങാമെന്ന് പറഞ്ഞ് ട്രെയിനിൻ്റെ ഒരു സ്ട്രക്ചറിലേക്കാണ് ആദ്യം പോകുന്നത്. കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന അഭിലാഷ് സ്വന്തമായി നിർമ്മിച്ച വീടിന്റെ മതിലിൽ ട്രെയിൻ രൂപം നിർമ്മിക്കുകയായിരുന്നു. കാഴ്ചക്കാരിലും ഈ നിർമ്മിതി ഏറെ കൗതുകമുണ്ടാക്കുന്നു. വീടിന് മതിലെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് ട്രെയിൻ മോഡൽ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്താൽ ഇത്രത്തോളം ശരിയാവുമെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ വേറെ കണ്ടിട്ടില്ല, ആരും പണിഞ്ഞ് കണ്ടിട്ടില്ല. കൺസ്ട്രക്ഷൻ വർക്കിൽ ഇതുവരെയും നമ്മൾ ട്രെയിൻ പണിഞ്ഞത് കണ്ടിട്ടില്ല. അപ്പോൾ ചെയ്ത് പകുതിയോളം വന്നപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. കാരണം നമ്മൾ ഉദ്ദേശിച്ചവരെ എത്തിയിട്ടുണ്ട് എന്നത്. പിന്നെ പെയിൻറ്റും കൂടി വന്നപ്പോഴത്തേക്കും പൂർണ്ണമായി. വീടിന്റെ കിണറിന്റെ ചുറ്റുമതിലും കാണാം വ്യത്യസ്തമായ നിർമ്മാണ രീതി. ട്രാക്ടറിന്റെ വലിപ്പമേറിയ ടയറിന്റെ രൂപത്തിലാണ് കിണറിന്റെ ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്നാണ് മീറ്റർ ഗേജ് പിന്നെ ഇപ്പോൾ കണ്ടം ചെയ്ത് പോയത്. പക്ഷേ നമുക്ക് ആ ട്രെയിൻ യാത്രയുടെ ഒരു അനുഭവം ഞങ്ങളുടെ ഈ ഗ്രാമീണർക്ക് വീണ്ടും കാണാൻ വേണ്ടി അഭിലാഷ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരവിരുത് സ്വയം ഇങ്ങനെ നിർമ്മിച്ചത് ഞങ്ങളുടെ നാട്ടുകാർക്ക് എന്നും അഭിമാനം തന്നെയാണ്. വീടിന്റെ നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടതോടെ നിരവധി പേരാണ് തന്നെ സമീപിക്കുന്നതെന്നും അഭിലാഷ് പറയുന്നു. ന്യൂസ് 18 പുനലൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.